ചർമ്മം പെട്ടെന്ന് തന്നെ വെളുക്കണോ? ഈ പറയുന്ന പാക്ക് ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ ഈ കാണുന്ന രീതിയിൽ നിങ്ങളുടെ ചർമ്മം തിളങ്ങും. എന്താണ് സംഭവം എന്ന് പറയാം. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി, അതും വൈറലായിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ ട്രൈ ചെയ്തത്. എൻ്റെ സ്കിൻ ഷെയ്ഡ് എനിക്ക് നല്ല പോലെ കൂട്ടിയെടുക്കാൻ സാധിച്ചു. നിങ്ങൾ കണ്ടോ, എൻ്റെ കൈ മുന്നത്തേനെക്കാട്ടിലും നല്ല പോലെ എനിക്ക് നിറം വെപ്പിക്കാൻ സാധിച്ചു. ആ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്കിന്നിന് ഇത്രയും മാറ്റം കിട്ടുമെന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ സ്കിന്നിന് നിറം വെപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ, ഇതൊന്ന് ചെയ്താൽ മതി. സ്കിൻ വെളുത്തിട്ടങ്ങ് പാറും. അതും നമുക്ക് കൊറിയക്കാരുടെ ജപ്പാനീസുകാരെ പോലുള്ള സ്കിൻ ഷെയ്ഡ് ഇല്ല, അതേപോലെ സ്കിൻ ഷെയ്ഡ് ആവുന്നതാണ്. എന്താണ് സംഭവം എന്ന് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ സ്കിൻ നിറം വെപ്പിക്കാനാണ് നമ്മൾ എല്ലാവരും നോക്കുന്നത്. ഏതൊരു കാര്യം ചെയ്താലും മുന്നോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് നല്ല പോലെ കൂട്ടിയെടുക്കാം. തുടക്കത്തിലെ തന്നെ വീഡിയോ കണ്ടോ നിങ്ങൾ, അതേപോലെ നിങ്ങളുടെ സ്കിൻ ഷെയ്ഡ് കൂട്ടാൻ സഹായിക്കുന്ന കിടിലൊരു സംഭവമാണ്. അതും ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഈ ഒരു പാക്ക് ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് കിട്ടിയത്. നിങ്ങൾക്കും കിട്ടും. എന്താണ് സംഭവം എന്ന് പറയാം. അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ: 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ, അതായത് നമ്മുടെ അരിപ്പൊടി. പുട്ടിനെടുക്കുന്ന പൊടിയല്ല വേണ്ടത്, പത്തിരിക്ക് എടുക്കുന്ന റൈസ് പൗഡറാണ് വേണ്ടത്. വെളുക്കാൻ മാത്രമല്ല, നല്ല സ്ക്രബായിട്ടും നമുക്ക് റൈസ് പൗഡർ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അതിനുശേഷം പല്ല് തേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂണോളം വേണം. മറ്റുള്ള ഫ്ലേവർ ഒന്നും ചേർക്കാത്ത നോർമലായിട്ടുള്ള പേസ്റ്റാണ് വേണ്ടത്. പിന്നെ അരമുറി ലെമൺ ജ്യൂസാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പുളിയില്ലാത്ത തൈര് വേണം. തൈരുണ്ടല്ലോ, തൈര് നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെ ഇല്ലാതാക്കി ജീവനുള്ള കോശങ്ങളെ വീണ്ടെടുക്കാനും സ്കിന്നിന് നല്ല തിളക്കം നൽകാനും നമ്മുടെ തൈരിൽ നിന്ന് സാധിക്കും. നിർജീവ ചർമ്മത്തെ പുറന്തള്ളാൻ സഹായിക്കുന്നതാണ് നമ്മുടെ തൈരിൽ നിന്ന്. കൂടാതെ തന്നെ നമ്മുടെ തൈരിനകത്ത് കാൽസ്യം ഉണ്ട്, വിറ്റാമിൻ B2 ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട് തുടങ്ങിയ നിരവധി ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ അടങ്ങിയ ഒന്നാണ് നമ്മുടെ തൈര് എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്തേക്കുന്നത് പഞ്ചസാരയാണ്. തരിയുള്ള പഞ്ചസാരയാണെങ്കിലും പൊടിച്ച പഞ്ചസാരയാണെങ്കിലും ചേർക്കാവുന്നതാണ്. അങ്ങനെ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കണം. ഇത് നിങ്ങൾക്ക് ഫേസിലും കൈകൾക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാം. ഇത് റെഗുലറായി ഉപയോഗിക്കേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നും. കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്കിന്നിൽ ഇട്ടാൽ മതി. ഞാനിവിടെ എൻ്റെ കൈകളിലാണ് ഇടുന്നത്. ഇട്ട് 1 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടി ഞാനൊരു 3 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. 3 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. ഞാൻ കഴുകുന്ന പോലെ ഇത് കണ്ടോ, ഇതേപോലെ കഴുകിയാൽ മതി. സ്ക്രബ് പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല. കഴുകുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ, നല്ല പോലെ സ്കിൻ ഷെയ്ഡ് കൂടിയിട്ടുണ്ട്. മറ്റേ കൈയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസവും നിങ്ങൾ കണ്ടോ. രാപകൽ വ്യത്യാസം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. കണ്ടോ പാക്ക് തയ്യാറാക്കിയത്. ഈ ഒരു പാക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയതാണ്. നിങ്ങൾക്കും കിട്ടും. ഞാൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാക്കാണ്. കൂട്ടുകാരെ, ഒന്ന് ചെയ്തു നോക്ക്. 100% നിങ്ങൾക്ക് മാറ്റം നേടാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ചെയ്തിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാനും കൂടി മറക്കല്ലേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും എത്തിക്കാനും കൂടി മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോയുമായി കാണാൻ കൂട്ടുകാരെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.